കളി ഞങ്ങളോട് വേണ്ട ഇമ്രാനെ, ഇനി കളിച്ചാൽ കളി പഠിപ്പിക്കും. പാകിസ്ഥാന്റെ താക്കീതുമായി ഇക്കുറി രംഗത്തെത്തിയിരിക്കുന്നത് ഇറാനാണ്. പുൽവാമ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഭീകർക്കെതിരെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് പിന്തുണ നൽകിയിരുന്നു. പാകിസ്ഥാന് പുൽവാമയ്ക്ക് മറുപടി ഇന്ത്യ നൽകിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനും പാകിസ്ഥാന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചതിനു പിന്നാലെ പാകിസ്ഥാന് ശക്തമായ താക്കീതാണ് ഇമ്രാൻ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നാണ് ഇറാൻ സർക്കാരിലെ ഉന്നതരും സൈന്യവും വ്യക്തമാക്കിയിട്ടുള്ളത്. അയൽ രാജ്യങ്ങളുടെ അതിർത്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പാകിസ്ഥാനാണെന്ന് ഇറാനിലെ IRGC ഖുദ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഹൊസം സുലൈമാനി പറഞ്ഞു. സ്വന്തമായി അണുബോംബുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ഇത്രയും ശക്തമായ രാജ്യത്തിന് മേഖലയിലെ ഭീകര സംഘടനകളെ തകർക്കാൻ സാധിക്കുന്നില്ലേ? ഇറാന്റെ ക്ഷമ പാകിസ്ഥാൻ പരീക്ഷിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഭീകരവാദത്തിനെതിരായ സംയുക്ത പ്രവർത്തനങ്ങൾ ഇന്ത്യയും ഇറാനും വർദ്ധിപ്പിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ വരാനിരിക്കുന്ന ചർച്ചകളിലും ഇതുതന്നെയായിരിക്കും മുഖ്യ വിഷയം. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ഇറാൻ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം പതിവായതോടെ ഇത് നീട്ടിവച്ചിരിക്കുകയാണ്. ഭീകരരെ തടയുന്നതിനായി ഇറാൻ പാക് അതിർത്തിയിൽ വലിയ മതിൽ നിർമ്മിക്കണമെന്ന് ഇറാനിയൻ പാർലമെന്റിലെ വിദേശനയ കമ്മീഷൻ ചെയർമാൻ ഹെഷ്മത്തുള്ള ഭലക്കത്ഫിഷെ ആവശ്യപ്പെട്ടിരുന്നു. അതിർത്തി വഴി ഇറാനിലേക്കുള്ള ആക്രമണങ്ങളെ ചെറുക്കണം. അതിന് പാകിസ്ഥാന് സാധിക്കുന്നില്ലെങ്കിൽ ഇറാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയോട് ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥൻ യഹ്യ നഹീം സഫാവിയും പാകിസ്ഥാനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് ചാവേറാകാനുള്ള പരിശീലനം നൽകിയാണ് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരർക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ സുരക്ഷിത താവളമൊരുക്കുന്നുവെന്ന കാര്യം പാക് അധികൃതർ വ്യക്തമാക്കണമെന്നും യഹ്യ റഹീം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാക് ചാര സംഘടനയായ ISI ആണ് 45 മുതൽ 48 വരെ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്നതെന്ന് ഇറാൻ മുൻ ഇന്റലിജൻസ് മേധാവിയും വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ റഹ്മത്തുള്ള നബീൽ പറഞ്ഞു. പാകിസ്ഥാൻ ഭീകരവാദത്തെ ഒരു തന്ത്രമായാണ് കാണുന്നതെന്നും ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അതിനെതിരെ ഇറാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലാണ്. പുൽവാമയ്ക്ക് ഇന്ത്യ മറുപടി ശക്തമായി തന്നെ നൽകുമ്പോഴും ഓരോ രാജ്യങ്ങളും പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്തുകയാണ്. ഭീകരത അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും നൽകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.